Hi dear students, welcome back to Concept Angle. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയായിരുന്നു. അതിൽ നമ്മൾ ലൈഫ് സ്പാൻ പറഞ്ഞു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു, എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും പഠിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാം. Sexual reproduction involves two parents and fusion of male and female gametes. Then meiosis take place in this process and offsprings are non-identical to their parents. ഇതെല്ലാം തന്നെ ഈ 4 പോയിന്റ്സും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ക്യാരക്ടേഴ്സ് ആണ്. നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 പാരൻസ് ഉണ്ട്, 2 ഗമീറ്റ്സ് ഉണ്ട്, ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റ് അല്ലേ. അതുപോലെ തന്നെ മയോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷനാണ് അവിടെ നടക്കുന്നത്, അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ 4th പോയിന്റ് ഈസ് ഓഫ്സ്പ്രിങ്സ് ആർ നോൺ ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ്. ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് അവരുടെ പാരൻസിനോട് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മേനെയും പോലെ തന്നെയാണോ ഇരിക്കുന്നത്? അല്ല, അവരിൽ നിന്ന് നമുക്ക് വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ദേ ആർ ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ്. ഓഫ്സ്പ്രിങ്സ് ആർ ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ്. അതിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറഞ്ഞത്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാവും ഓഫ്സ്പ്രിങ്സിൽ. അതുകൊണ്ട് തന്നെ ഓഫ്സ്പ്രിങ്സ് ആർ നോൺ ഐഡന്റിക്കൽ ടു ദെയർ പാരൻസ്. എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. നോക്കാം. അതായത് നമ്മുടെ സെൽ ഡിവിഷനിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ഡിവിഷനാണ് നടക്കുന്നത്, മൈറ്റോസിസ് ആൻഡ് മയോസിസ്. മൈറ്റോസിസ് ആൻഡ് മയോസിസ്. ദിസ് മൈറ്റോസിസ് ഈസ് എ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. ആ 46 നമ്പർ ഓഫ് ക്രോമസോംസിന് ഒരു ചേഞ്ചും വരാത്ത ഒരു സെൽ ഡിവിഷനാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. പക്ഷെ മിയോസിസ് എന്താണ്? ഇറ്റ് ഈസ് എ റിഡക്ഷണൽ ഡിവിഷൻ ആണ്. റിഡക്ഷണൽ meiosis processൽ the chromosome number is reduced to half. 46 number of chromosomes ഉണ്ടെങ്കിൽ അത് 23 നമ്പർ ആകുകയാണെങ്കിൽ അതിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ അവിടെ മയോസിസ് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫീമെയിൽ ആൻഡ് മെയിൽ ഓർഗാനിസം. These two have 46 number of chromosomes ആണെന്ന് നമുക്കറിയാം. 46 chromosome number. 46 number of chromosome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഗാനിസത്തിന് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ഓർഗാനിസം, ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ 2n അല്ലേ. ദെൻ ഇവിടെ മെയിലും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. ദെൻ ദ ഫീമെയിൽ പാരന്റ് പ്രൊഡ്യൂസ് ഓവം and the male parent produce sperm. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ സമയത്ത്, അതായത് ഗമീറ്റോജെനസിസ്, അതായത് ഗമീറ്റ് ഫോർമേഷൻ, ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്താണ് ഏത് ഡിവിഷൻ നടക്കുന്നത്? മയോസിസ്. കാരണം ഇവിടെ 46 നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്ന പാരന്റിന്റെ ക്രോമസോം നമ്മൾ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്ത് ഹാഫ് ആകണം, 23 ആകണം. അങ്ങനെ 23 ആയെങ്കിൽ മാത്രമാണ് ഓവത്തിന് 23 ക്രോമസോംസ് കിട്ടുള്ളൂ, സ്പേംസിന് 23 ക്രോമസോംസ് കിട്ടുള്ളൂ. അപ്പോൾ ദ ഓവം ആൻഡ് സ്പേം ഫ്യൂസ്ഡ് ടുഗദർ ടു ഫോം സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് 23 + 23 46 number of chromosome. That is a diploid structure.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഡിവിഷൻ, സെൽ ഡിവിഷൻ, മൈറ്റോസിസ് ആൻഡ് മിയോസിസ് നടക്കുന്നത്. അപ്പോൾ മയോസിസ് നടക്കുന്നത് നമുക്കറിയാം, ഈ ഗമേറ്റ് ഫോം ചെയ്യുന്ന സമയത്താണ് മയോസിസ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. മൈറ്റോസിസ് നടക്കുന്നത് എവിടെയായിരിക്കും? ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലാണ് മൈറ്റോസിസ് നടക്കുന്നത്. കാരണം സൈഗോട്ട് സെൽ ഡിവിഷൻ നടന്ന്, സെൽ ഗ്രോത്ത് നടന്ന്, സെൽ ഡിഫറൻസിയേഷൻ ഒക്കെ നടക്കണമെങ്കിൽ, ആ സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ഏത് പ്രോസസ്സ് നടക്കണം? മൈറ്റോസിസ് നടക്കണം, അല്ലേ? അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ മൈറ്റോസിസും നടക്കുന്നുണ്ട്, മയോസിസും നടക്കുന്നുണ്ട്. മയോസിസ് എപ്പോഴാണ് നടക്കുന്നത്? ഡ്യൂറിങ് ദ ഗമീറ്റ് ഫോർമേഷൻ. ഓവവും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് മയോസിസ് നടക്കുന്നത്. മൈറ്റോസിസ് നടക്കുന്നത് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. സെല്ലിൻ്റെ നമ്പറൊക്കെ കൂടി ആ സൈഗോട്ടിന് ഗ്രോത്ത് നടക്കാൻ വേണ്ടിയാണ് അവിടെ മൈറ്റോസിസ് നടക്കുന്നത്. അവിടെ പക്ഷേ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ 46 ആയിരുന്നു. അതുപോലെ തന്നെയാണ് എംബ്രിയോ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ക്രോമസോം നമ്പറും 46 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം മയോസിസിൻ്റെ സമയത്ത് മാത്രമാണ് ക്രോമസോം നമ്പർ ഹാഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെ മാത്രമേ നടക്കുകയുള്ളൂ? ഡ്യൂറിങ് ദ ഗാമീറ്റ് ഫോർമേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് 3 phases ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The 3 phases of sexual reproduction are juvenile phase or vegetative phase, reproductive phase, then senescent phase. First one, juvenile phase or vegetative phase. Juvenile phase, വെജിറ്റേറ്റീവ് ഫേസ് എന്ന് നമ്മൾ പറയുന്നത് പ്ലാന്റ്സിലും ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ആനിമൽസിലുമാണ്. 2 ഫേസും ഒന്ന് തന്നെയാണ്. വെജിറ്റേറ്റീവ് ഫേസ് നമ്മൾ പ്ലാന്റ്സിന് പറയും, ജുവനൈൽ ഫേസ് നമ്മൾ ആനിമൽസിന് പറയും. ഈ 2 ഫേസ് ആയാലും ആ ഫേസ് എന്താണ്? ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റിയാണ്. നമുക്കറിയാം എവറി ഓർഗാനിസം ഹാവ് റീച്ച് എ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ്. അതായത് നമ്മുടെ ഇൻഫൻറ്റ് സ്റ്റേജ്, നമ്മൾ കുട്ടികളായിരിക്കുന്ന ഒരു സ്റ്റേജ്, നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള പീരീഡിനാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിലുള്ള വെജിറ്റേറ്റീവ് ഫേസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇപ്പോൾ പ്ലാന്റ്സ് അതിൻ്റെ സീഡിൽ നിന്ന് അത് വളർന്ന് അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ ലെങ്ത് വയ്ക്കുന്നു, ലീവ്സൊക്കെ ഒരുപാട് ലീവ്സ് അതിലുണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഒരു കുട്ടിക്കാലം, അതായത് നമുക്ക് ഇൻക്രീസ് ഇൻ ഹൈറ്റ്, അല്ലേ? അതാണ് നമ്മുടെ ഒരു ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന സ്റ്റേജാണ് നമുക്ക് ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലാണെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയാം. ഓക്കെ, ദിസ് ഫേസ് ഈസ് വേരിയബിൾ ഡ്യൂറേഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. പല ഓർഗാനിസത്തിലും ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പല ഡ്യൂറേഷൻ ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പല ആനിമൽസിലും പല ഡ്യൂറേഷൻ ആയിരിക്കും ജുവനൈൽ ഫേസിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫേസ് ഈസ് റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസ് നമുക്കറിയാം സ്റ്റാർട്ട്സ് ദ റീപ്രൊഡക്ഷൻ. അതായത് ഒരു റീപ്രൊഡക്ഷൻ ഏജിൽ അവരെത്തുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആനിമൽസിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക്, ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെനസ്ട്രൽ സൈക്കിളാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുന്നതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട്സ് റീപ്രൊഡക്ഷൻ വേണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു പീരീഡ്. പ്ലാന്റ്സിലാണെങ്കിൽ ഫ്ലവറിങ്, നമുക്കറിയാം ഫ്ലവർ ചെയ്യുന്നതാണ് അവരുടെ റീപ്രൊഡക്ഷൻ. ഇപ്പം മാംഗോ ട്രീ എടുത്തു കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാകുന്നത് എന്താണ്? അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസ് ആണ്. അത് പിന്നെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നത് അതിൻ്റെ എന്ത് ഫേസ് ആയിരിക്കും? അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഫേസ് നമ്മൾ കഴിഞ്ഞു, ജുവനൈൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ദ ലാസ്റ്റ് ഫേസ് ഈസ് സെനസെന്റ് ഫേസ്. സെനസെന്റ് ഫേസ് ഈസ് ഓൾഡ് ഏജ് ഫേസ് ആണ്. പീരീഡ് ബിറ്റ്വീൻ എൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഡെത്ത്. റീപ്രൊഡക്റ്റീവ് ഫേസിനും ഡെത്ത് ഫേസിനും ഇടയിലുള്ളൊരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെനസെന്റ് ഫേസ്, അതായത് ഓൾഡ് ഏജ് ഫേസ് ആണ്. ഓക്കെ, കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രോത്ത്, ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെന്റ് ഫേസ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിലുള്ള ഒരു
ഫേസസ് നിങ്ങൾക്ക് കാണാം. ദാ കണ്ടോ, ജുവനൈൽ ഫേസ്, ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണ് ജുവനൈൽ ഫേസ്. ദെൻ അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്ലവറിങ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. ദെൻ സെനസൻ ഫേസ്, അതായത് ആ പ്ലാന്റിന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി അത് ഏകദേശം ഡെത്ത് ആകുന്ന ഒരു സ്റ്റേജ് ആണ് സെനസൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൽ കണ്ടോ, ഒരു എംബ്രിയോ, ഒരു സൈഗോട്ട് ഫോം ചെയ്തു. സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ആ സൈഗോട്ടിൽ നിന്ന് ദെൻ ഇൻഫൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ആ ഗ്രോത്ത് പീരീഡ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജുവനൈൽ ഫേസ്. ദെൻ ഒരു അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആകും. ദെൻ ലാസ്റ്റ് ഫേസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫേസ്, ഈസ് ഓൾഡ് ഏജ് ഫേസ്, ദാറ്റ് ഈസ് ദ സെനസൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഫേസ് ഉണ്ടെന്ന് ഓർക്കണം സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ. ഏതൊക്കെയായിരുന്നു? ജുവനൈൽ ഫേസ് ഇൻ ആനിമൽസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സ്, ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഈസ് റീപ്രൊഡക്റ്റീവ് ഫേസ്, ആൻഡ് ദ തേർഡ് ഫേസ് ഈസ് സെനസൻ ഫേസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലവറിങ്. ഫ്ലവറിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ ഫ്ലവറിങ്, ദ പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മോണോകാർപ്പിക് ആൻഡ് പോളികാർപ്പിക് പ്ലാന്റ്സ്. Monocarpic plants and polycarpic plants. What is mean by monocarpic? They can flower only once in their lifetime. Oh, flowering once in their lifetime. Example പറയുകയാണെങ്കിൽ നമുക്ക് റൈസ് പറയാം, വീറ്റ് പറയാം, ദെൻ ബാംബു ട്രീസ് പറയാം. കണ്ടോ, അപ്പോൾ ഇതൊക്കെ അവരുടെ ലൈഫിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രമേ ഫ്ലവർ ചെയ്യുന്നുള്ളൂ, വൺസ് ഇൻ ദർ ലൈഫ് ടൈം. ഇപ്പോൾ ബാംബുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബാംബു ട്രീസൊക്കെ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 50 to 100 ഇയേഴ്സ് ആണ്. ഈ 50 to 100 ഇയേഴ്സിൽ അവരാകെ ഒരു പ്രാവശ്യം മാത്രമേ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അവരുടെ ലൈഫ് പീരീഡിൽ ഒരു പ്രാവശ്യം മാത്രം ഫ്ലവർ ചെയ്യുന്നതുകൊണ്ടാണ് അവരെ നമ്മൾ മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ പോളികാർപ്പിക്. പോളികാർപ്പിക് എന്ന് പറയുമ്പോൾ മോണോകാർപ്പിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ. പോളികാർപ്പിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിച്ച് ക്യാൻ ഫ്ലവർ എവറി ഇയർ ഓഫ് എ സീസൺ അല്ലേ. എല്ലാ ഈ വർഷവും ഏതെങ്കിലും സീസണിലായിരിക്കും അവർ ഫ്ലവർ ചെയ്യുന്നത്. എവറി ഇയർ ഓഫ് എ സീസൺ. എവറി ഇയർ ഓഫ് എ സീസൺ. ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? mango tree, then apple, then jackfruit, etc. അങ്ങനെയുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ അവരെല്ലാ വർഷവും ഏതെങ്കിലും സീസണിൽ പൂക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ആ ലൈഫ് പീരീഡ് മൊത്തം അവരങ്ങനെ ആയിരിക്കും. ഇപ്പം മാംഗോ ട്രീ നമുക്കറിയാം, അത് എല്ലാ വർഷവും ഒരു സീസണിൽ അത് ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പോളികാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇതൊരു സയന്റിഫിക് നെയിമാണ്, ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിമാണ്. പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അത് ഓൺലി വൺസ് ഇൻ 12 ഇയേഴ്സ്, അതായത് 12 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് അത് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ഗ്രൂപ്പിൽ വരും? മോണോകാർപ്പിക്കിൽ വരുമോ പോളികാർപ്പിക്കിൽ വരുമോ? അത് ഏതിൽ വരും? മോണോകാർപ്പിക്കിൽ വരും. കാരണം അത് 12 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അത് പോകുന്നു, അതിൻ്റെ സെനസൻ പീരീഡ് ആകുന്നു, ദെൻ അത് ഡെത്ത് ആകുന്നു, പിന്നെ അടുത്ത പ്ലാന്റ് ഉണ്ടാകുന്നു. അപ്പോൾ മോണോകാർപ്പിക്കിന് ഒരു എക്സാമ്പിളും കൂടിയുണ്ട്, സ്ട്രോബിലാന്തസ് കുന്തിയാന, ദാറ്റ് ഈസ് നീലക്കുറിഞ്ഞി. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലവറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. മോണോകാർപ്പിക് ആൻഡ് പോളികാർപ്പിക്. മോണോകാർപ്പിക് വിച്ച് ക്യാൻ ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദർ ലൈഫ് ടൈം.
Example, rice, wheat, bamboo, etc. Then polycarpic means that is every year of season അവർ ഫ്ലവർ ചെയ്യുന്നുണ്ട്. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ആപ്പിൾ എക്സെട്ര. ദെൻ മോണോകാർപ്പിക്കിന് വേറൊരു എക്സാമ്പിൾ ഉള്ളത് സ്ട്രോബിലാന്തസ് കുന്തിയാന. സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം ആണത്. അത് ഫ്ലവർ ചെയ്യുന്നത് ഓൺലി വൺസ് ഇൻ 12 ഇയേഴ്സിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസസ് ഓഫ് മാമൽസ്. ഇനി നമ്മൾ മാമൽസിൽ റീപ്രൊഡക്റ്റീവ് ഫേസസ് എന്തൊക്കെയാണ് നോക്കാം. സൈക്ലിക്കൽ ചേഞ്ചസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് നോൺ പ്രിമേറ്റ് മാമൽസ് ആൻഡ് ദ സൈക്ലിക്കൽ ചേഞ്ചസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് പ്രിമേറ്റ് മാമൽസ്. അങ്ങനെ 2 എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ നോൺ പ്രിമേറ്റിലും പ്രിമേറ്റിലും നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? നമുക്കറിയാം നോൺ പ്രിമേറ്റ് ആനിമൽസും പ്രിമേറ്റ് ആനിമൽസും ഉണ്ടെന്നറിയാം അല്ലേ. പ്രിമേറ്റ് ആനിമൽസ് ആണ് നമ്മുടെ എയ്പ്സ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, അതുപോലെ മങ്കീസ് ഒക്കെ. നോൺ പ്രിമേറ്റ് ആനിമൽസിൽ നമ്മൾ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് കൗ, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, ഡോഗ്, ടൈഗർ, ഇതൊക്കെയാണ് നോൺ പ്രിമേറ്റ് ആനിമൽസ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ പ്രിമേറ്റ് ആനിമൽസിൽ നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ച് എന്താണ്? റീപ്രൊഡക്റ്റീവ് ഫേസിൽ ദറ്റ് ഈസ് ദ മെനിസ്ട്രൽ സൈക്കിൾ. മെനിസ്ട്രൽ സൈക്കിളാണ് നമുക്ക് നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ പ്രിമേറ്റ് ആനിമൽസിൽ, നോൺ പ്രിമേറ്റ് ആനിമൽസിൽ അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഓസ്ട്രസ് സൈക്കിൾ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓസ്ട്രസ് സൈക്കിൾ. ഓസ്ട്രസ് സൈക്കിൾ മെനിസ്ട്രൽ സൈക്കിൾ പോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറയുന്നത് അവിടെ മെനിസ്ട്രേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് ബ്ലീഡിങ് പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഒന്നും അവർക്കില്ല. ഓസ്ട്രൽ സൈക്കിള് റീപ്രൊഡക്റ്റീവ് ഫേസിൽ നോൺ പ്രിമേറ്റ് മാമൽസിനുള്ള സൈക്ലിക്കൽ ചേഞ്ച് തന്നെയാണ്. പക്ഷെ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് മാമൽസ് അല്ലെങ്കിൽ സൈക്ലിക്കൽ ചേഞ്ച് ഇൻ റീപ്രൊഡക്റ്റീവ് ഫേസസ് ഓഫ് മാമൽസ്. നോൺ പ്രിമേറ്റിലാണെങ്കിൽ ഓസ്ട്രൽ സൈക്കിൾ, പ്രിമേറ്റ്സിലാണെങ്കിൽ ദാറ്റ് ഈസ് മെനിസ്ട്രൽ സൈക്കിൾ. എക്സാമ്പിൾസും ഉണ്ട്. നോൺ പ്രിമേറ്റ്സിന് ഏതൊക്കെയാണ് ആനിമൽസ് എക്സാമ്പിൾ? കൗ, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, ഡോഗ്, ടൈഗർ എക്സെട്ര. ദെൻ പ്രിമേറ്റ് ആനിമൽസ് മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ദെൻ ഇതൊരു ഡിഫറൻസിയേഷൻ ആണ്. സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും. സീസണൽ ബ്രീഡേഴ്സ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. സീസണൽ ബ്രീഡേഴ്സ് എന്താണ്? ഓർഗാനിസം ദാറ്റ് ബ്രീഡ് ഇൻ എ പർട്ടിക്കുലർ സീസൺ. ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം ബ്രീഡ് ചെയ്യുന്നവർ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു മോണോകാർപ്പിക്കും പോളികാർപ്പിക്കും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്ലാന്റ്സിൻ്റെ അവർ സീസണിൽ ഫ്ലവർ ചെയ്യുന്നവരുമുണ്ട്. അവരുടെ ആ ഒരു ലൈഫ് പീരീഡിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഫ്ലവർ ചെയ്യുന്നവരുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ആനിമൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് സീസണൽ ബ്രീഡേഴ്സും ഉണ്ട്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സും ഉണ്ട്. സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുമ്പോൾ സീസണിൽ മാത്രം അവർ ബ്രീഡ് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്ക് പറയാം ബേർഡ്സ് ഒരു എക്സാമ്പിളാണ് അല്ലേ. ആ ബേർഡ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഫേവറബിൾ സീസൺ വരുമ്പോഴാണ് അവർ ബ്രീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയാം അല്ലേ. നമുക്കറിയാം, അതായത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ബേർഡ്സ് ഒക്കെ ഉണ്ട്. ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം മൈഗ്രേറ്റ് ചെയ്ത്, അതായത് അവരുടെ സീസൺ അനുസരിച്ചിട്ട്, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സീസൺ അനുസരിച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ബേർഡ്സ് ഉണ്ട്. ദെൻ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, ഓർഗാനിസം ദാറ്റ് ബ്രീഡ് ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ത്രൂ ഔട്ട് ദ ഇയറും റീപ്രൊഡക്ഷൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. ഹ്യൂമൻ ബീയിങ്സ് കാരണം നമുക്ക് ത്രൂ ഔട്ട് ദ ഇയറും റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു കണ്ടിന്യൂസ് ബ്രീഡറിൽ പെടും. പക്ഷെ സീസൺ എന്ന് പറയുമ്പോൾ സീസണൽ ബ്രീഡേഴ്സ് മാത്രം. ഒരു പർട്ടിക്കുലർ സീസൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫേവറബിൾ സീസൺ വരുമ്പോൾ മാത്രം ബ്രീഡ് ചെയ്യുന്നവരാണ് സീസണൽ ബ്രീഡേഴ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഇവൻറ്റ്സ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ എന്തൊക്കെ കണ്ടൻസ് അതിലുണ്ട്,
2 പാരൻസ് ഇൻവോൾവ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്ന 2 ഗമീറ്റ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ദേ ആർ നോൺ ഐഡന്റിക്കൽ ടു ദർ പാരൻസ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്, ദേ ആർ നോൺ ഐഡന്റിക്കൽ ടു ദർ പാരൻസ്. അതായത് കമ്പയർഡ് ടു എസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റേ ഉള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ വന്നപ്പോൾ 2 പാരൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പലതരത്തിലുള്ള പോളികാർപ്പിക് ഫ്ലവേഴ്സ്, മോണോകാർപ്പിക് പ്ലാന്റ്സ് ഇതെല്ലാം കണ്ടു. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന് 3 ഫേസസ് കണ്ടു, ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസൻ ഫേസ്. ദെൻ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്, സീസണൽ ബ്രീഡേഴ്സ് പറഞ്ഞു. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മുടെ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എത്ര ഇവൻറ്റ്സ് ആണ് നടക്കുന്നത് നമുക്ക് നോക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ. The second event is fertilization and the third event is post fertilization. കണ്ടോ, പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കുന്നത് ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ. അതിലെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതായത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്. ദ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗാമീറ്റോജെനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. അതായത് നമുക്ക് ബിഫോർ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആദ്യമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഗമീറ്റ് ഫോർമേഷനെയാണ് നമ്മൾ ഗമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഗമീറ്റ് ഫോർമേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഗമീറ്റ് അവിടെ തന്നെ ഇരുന്നാൽ മതിയോ? അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഗമീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഗമീറ്റോജെനസിസ് എന്താണ്, ഗമീറ്റ് ട്രാൻസ്ഫർ എന്താണ്. നോക്കൂ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ഗമീറ്റോജെനസിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഫസ്റ്റ് നോക്കാം ഗമീറ്റോജെനസിസ്. ഗമീറ്റോജെനസിസ് നമ്മൾ പറഞ്ഞു ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആണെന്ന്. ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. Okay, gametes are 2 types, Homo Gametes and Hetero Gametes. Homo Gametes, Hetero Gametes. What is mean by Homo Gametes? Homo means സെയിം ഗമീറ്റ്സ്, ഒരുപോലെ ഇരിക്കുന്ന ഗമീറ്റ്സ്. അതെന്താണ് ഒരുപോലെ ഇരിക്കുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? സൈസ് ആൻഡ് ഷേപ്പ് ആർ സിമിലർ ഗമീറ്റ്സ്. അതായത് ഹോമോഗമീറ്റ്സ് ഓർ ഐസോഗമീറ്റ്സ് എന്നും പറയാം. ഐസോഗമീറ്റ്സ്, ഹോമോഗമീറ്റ്സിന്റെ സെയിം മീനിങ് തന്നെയാണ് ഐസോഗമീറ്റ്സിനും വരുന്നത്. അപ്പം നമുക്കിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലാഡോഫോറ അതാ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം. ഐസോഗമീറ്റ്സ് ഓഫ് ക്ലാഡോഫോറ ആൽഗെ ഗ്രൂപ്പാണ്. ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാഡോഫ്ലോറ എന്ന് പറയുന്നത്. ക്ലാഡോഫോറ നോക്കൂ, നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ദേ ആർ സിമിലർ ഗമീറ്റ്സ് ആണ് അല്ലേ, ഐഡന്റിക്കൽ ആണ്, സെയിം ഗമീറ്റ്സ് ആണ്. അവരുടെ ഷേപ്പും സൈസും എല്ലാം ഒരുപോലെയാണ്. ദ ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റ് ആർ സിമിലർ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ദേ ആർ കോൾഡ് ഹോമോഗമീറ്റ്സ് ഓർ ഐസോഗമീറ്റ്സ്. ദെൻ അടുത്തത് ഹെറ്ററോഗമീറ്റ്സ് ആണ്. ഹെറ്ററോഗമീറ്റ്സ് ഇൻ ഫ്യൂക്കസ് ആണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ ഗമീറ്റ്. ലാർജ് ആയിട്ട് കാണുന്നത് ഫീമെയിൽ ഗമീറ്റും സ്മോൾ ആയിട്ട് കാണുന്നത് മെയിൽ ഗമീറ്റും ആണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ദേ ആർ ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഫീമെയിൽ ഗമീറ്റ് ഈസ് ലാർജർ ദാൻ മെയിൽ ഗമീറ്റ്. പക്ഷെ ഇവിടെ വേറൊരു ക്യാരക്ടറും കൂടി ഉണ്ട്. ദ മെയിൽ ഗമീറ്റ് ഹാസ് ഫ്ലജല്ല. ഫ്ലജല്ല എന്താണ്? ഫ്ലജല്ല മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹെറ്ററോഗമീറ്റ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ അനദർ എക്സാമ്പിൾ ഓഫ് ഹെറ്ററോഗമീറ്റ് ഈസ് ഹ്യൂമൻസിൻ്റെ സ്പേമും ഓവം രണ്ടും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല, ദിസ് ഈസ് ഓവം.
This is sperm. അപ്പോൾ ഓവം സ്പേമും ഡിഫറെൻറ്റ് ഷേപ്പും സൈസുമാണ്. അതുകൊണ്ട് നമുക്കവരെ ഹെറ്ററോഗമേറ്റ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. അതായത് ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുൻപ് എന്ത് നടക്കുന്നു? അവിടെ ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നു, ഗമീറ്റോജെനസിസ് നടക്കുന്നു. എത്ര ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാകാം? എത്ര ടൈപ്പായിട്ട് നമുക്ക് ഗമീറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം? ഹോമോ ഗമീറ്റ്സ് ഓർ ഐസോഗമീറ്റ്സ്? ഹെറ്ററോഗമീറ്റ്സ്. ഹോമോ ഗമീറ്റ്സിന് എക്സാമ്പിൾ ആൽഗെ ഗ്രൂപ്പിലുള്ള ക്ലാഡോഫോറ. കണ്ടോ, ഇവിടെ സെയിം ഗമീറ്റ്സ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ആർ സിമിലർ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. സോ ഇറ്റ് ഈസ് കോൾഡ് Homo Gametes or Isogametes. They have also flagella. രണ്ടുപേർക്കും ഫ്ലജല്ല ഉണ്ട്. അവർ രണ്ടുപേരും മൂവ് ചെയ്യുന്നവരാണ്. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് രണ്ടുപേരും മൂവ് ചെയ്യുന്നവരാണ്. പക്ഷേ ഹെട്രോ ഗമീറ്റ്സിലേക്ക് വരുമ്പോൾ ആരായിരിക്കും മൂവ് ചെയ്യുന്നത്? അവിടെ മെയിൽ ഗമീറ്റ്സ് ആണ് മൂവ് ചെയ്യുന്നത്. അവരുടെ സൈസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ ഹെറ്ററോ ഗമീറ്റ്സ് എന്ന് പറയുന്നത്. Okay, next is the gametogenesis in humans. ഗമീറ്റ് ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗമീറ്റോജെനസിസ് ഇൻ ഹ്യൂമൻസ് എങ്ങനെയാണ്, ഹ്യൂമൻസിൽ എങ്ങനെയാണ് ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നത്, ഏത് പ്രോസസ്സ് വഴിയാണ്, ഏത് സെൽ ഡിവിഷനാണ് ഗമീറ്റ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് മയോസിസ്. നോക്കൂ, ദ ഫാദർ ഹാസ് 46 നമ്പർ ഓഫ് ക്രോമസോം, മദർ ഹാസ് അഗെയിൻ 46 നമ്പർ ഓഫ് ക്രോമസോംസ്. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഇവിടെ ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n നമ്പർ ഓഫ് ക്രോമസോം, അതായത് 46 നമ്പർ ഓഫ് ക്രോമസോം. ഈ ക്രോമസോം നമ്പർ ഹാഫ് ആകണം. ഹാഫ് ആകണമെങ്കിൽ അവിടെ ഏത് ഡിവിഷൻ നടക്കണം? മയോസിസ് നടക്കണം. മയോസിസ് നടന്നിട്ട് കണ്ടോ 23 മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്ന് 23. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ദ ക്രോമസോം നമ്പർ ഈസ് 46. അപ്പോൾ ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. 23 എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ക്രോമസോം അല്ലേ? പകുതി നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെ ഹാപ്ലോയിഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് n. അപ്പോൾ ഇതാണ് നമ്മുടെ ഗമീറ്റോജെനസിസ് ഇൻ ഹ്യൂമൻസ്. നെക്സ്റ്റ് ഈസ് sexuality in organisms. Sexuality in plants and animals. പ്ലാന്റ്സിലും സെക്ഷുവാലിറ്റി പറയുന്നുണ്ട്, ആനിമൽസിലും സെക്ഷുവാലിറ്റി പറയുന്നുണ്ട്. പ്ലാന്റ്സിൽ എന്ന് പറയുമ്പോൾ ദേ ആർ ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ. ആനിമൽസിലും നമ്മൾ അതുപോലെ തന്നെയാണ് ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ എന്നാണ് സെക്ഷുവാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബൈസെക്ഷൽ അനദർ നെയിം ഓഫ് ബൈസെക്ഷൽ ആർ ഹോമോതാലിക്, മോണീഷ്യസ്, ഹെർമാഫ്രോഡൈറ്റ്. അതായത് ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ്. ബൈസെക്ഷൽ എന്താണ്? ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് ബൈസെക്ഷൽ. സെക്സ് ഓർഗൻസ് ആർ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. സെയിം ഇൻഡിവിജ്വൽ ഈസ് ബൈസെക്ഷൽ. അതായത് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുക്കുർബിറ്റ്, കോക്കനട്ടിലും കുക്കുർബിറ്റിലൊക്കെ ഒരേ പ്ലാന്റിൽ തന്നെ അവരുടെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടാകും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബൈസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോമോതാലിക് എന്ന് പറയാം, മൊണോഷ്യസ് എന്ന് പറയാം, ഹെർമാഫ്രോഡൈറ്റ്സ് എന്നും പറയാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് യൂണിസെക്ഷൽ അല്ലെങ്കിൽ ഹെട്രോതാലിക് ഡയേഷ്യസ് പ്ലാന്റ്സ്. എക്സാമ്പിൾ പപ്പായ, ഡേറ്റ് പാം. അപ്പോൾ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ സെക്സ് ഓർഗൻസ് ആർ ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. അതായത് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിൽ കാണുന്നതാണ് നമ്മൾ യൂണിസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഡിഫറെന്റ് പ്ലാന്റ്സിലായിരിക്കും.
എക്സാമ്പിൾ പപ്പായ ആൻഡ് ഡേറ്റ് പാം. അതുപോലെ തന്നെയാണ് ആനിമൽസിലുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് യൂണിസെക്ഷലും ബൈസെക്ഷലും. യൂണിസെക്ഷലിന് എക്സാമ്പിൾ കോക്രോച്ച്, അതായത് യൂണിസെക്ഷൽ കോക്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ പാരൻറ്റും ഉണ്ടാകും, ഒരു മെയിൽ പാരൻറ്റും ഉണ്ടാകും. അതായത് ഫീമെയിൽസിലായിരിക്കും ഫീമെയിൽ സെക്സ് ഓർഗൻ കാണുന്നത്, മെയിൽസിലായിരിക്കും മെയിൽ സെക്സ് ഓർഗൻ കാണുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെക്സ് ഓർഗൻസ് കാണുമ്പോഴാണ് അവരെ നമ്മൾ യൂണിസെക്ഷൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ്സ്, എർത്ത് വോം ആൻഡ് ലീച്ച്. അവർക്ക് എങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. എർത്ത് വോമിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എർത്ത് വോമിൻ്റെ ആ ബോഡിയിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും കാണാം, ഫീമെയിൽ സെക്സ് ഓർഗനും കാണാം. അങ്ങനെ രണ്ട് സെക്സ് ഓർഗൻസും ഒരുമിച്ച് കാണുമ്പോൾ നമ്മൾക്ക് അവരെ പറയാം ദേ ആർ ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ്സ്. അപ്പോൾ സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ് പറയുമ്പോൾ ദേ ആർ പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും ബൈസെക്ഷലും ഉണ്ട് യൂണിസെക്ഷലും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും. Then next is unisexual flowers. Unisexual flowers എന്ന് പറയുമ്പോൾ the sex organs are in different plants ആണ് നമ്മൾ unisexual flowers അല്ലെങ്കിൽ different flowers. ഇവിടെ നമ്മൾ unisexual flowers ആയതുകൊണ്ട് നമുക്ക് പറയാം male and female sex organs are different plants. ഓക്കെ, അപ്പോൾ ദേ ആർ എയ്തർ സ്റ്റാമിനേറ്റ് ഓർ പിസ്റ്റലേറ്റ്. ഒന്നില്ലെങ്കിൽ ഒരു ഫ്ലവറിൽ ഒന്നില്ലെങ്കിൽ സ്റ്റേമൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പിസ്റ്റൽസ് ഉണ്ടായിരിക്കും. സ്റ്റേമിനേറ്റ് ഓർ പിസ്റ്റലേറ്റ്. സ്റ്റാമിനേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻസ് സ്റ്റേമൻസ്, ദാറ്റ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ആൻഡ് ദ പിസ്റ്റലേറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് പിസ്റ്റൽസ്. Pistils is the female part of a flower. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിസെക്ഷൽ ഫ്ലവറിൽ പഠിക്കാനുള്ളത്. ഈ സ്റ്റേമൻസും പിസ്റ്റലിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. ഇനി നെക്സ്റ്റ് സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. നമ്മൾ കണ്ടതാണ് ഒരു ഗാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസും മയോസിസുമാണ്. In haploid organism, that is in unicellular organism, for example unicellular organism, amoeba, paramecium, ഇതെല്ലാം unicellular organisms ആണ്. unicellular organismത്തിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. അതായത് ഇൻക്രീസ്ഡ് സെൽ നമ്പർ ആണ് അവർക്ക്. അപ്പോൾ അമീബ ആണെങ്കിലും അവരുടെ ഒരു പാരന്റ് സെൽ ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നു അല്ലേ. അപ്പം അങ്ങനെ അവരുടെ സെൽ നമ്പർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ് അവരുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് നടക്കുന്നത്. അപ്പോൾ അവിടെ ഏത് പ്രോസസ്സ് നടക്കണം? മൈറ്റോസിസ് നടക്കണം. ദെൻ മയോസിസ് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം, അതായത് ഇൻ ഹ്യൂമൻ ബീയിങ്സിലാണെങ്കിൽ ഫീമെയിൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ഓവം, ഗമീറ്റ് ഓവം, ആൻഡ് ദ മെയിൽ പ്രൊഡ്യൂസ് സ്പേം. അപ്പോൾ ഡ്യൂറിങ് ദിസ് ഗമീറ്റ് ഫോർമേഷൻ ആ സമയത്ത് ഏത് സെൽ ഡിവിഷൻ നടക്കും? ദാറ്റ് ഈസ് മയോസിസ്. അപ്പോൾ ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആയിട്ട് മാറും. അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ മയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനാണ് ഗമീറ്റ് ഫോർമേഷൻ ചെയ്യുമ്പോൾ നടക്കുന്നത്. പക്ഷേ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ മൈറ്റോസിസ് ആണ് ഗമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് നടക്കുന്നത്. കാരണം അവിടെ സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ആർ ഫിസിക്കലി ബ്രോട്ട് ടുഗദർ ഫോർ ഫ്യൂഷൻ അല്ലേ. മെയിലും ഫീമെയിൽ ഗമീറ്റ്സും ഒരുമിച്ച് ഫ്യൂഷന് വേണ്ടി വരുന്നതാണ്. ഫിസിക്കലി അവർ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് നമ്മൾ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആർ ഫിസിക്കലി ബ്രോട്ട് ടുഗദർ ഫോർ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ അത് രണ്ട് ടൈപ്പാണ് ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. വൺ ഈസ് വാട്ടർ, അതർ പോളിനേഷൻ. അപ്പോൾ വാട്ടർ വഴി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ആൽഗയിലൊക്കെ വാട്ടർ ഈസ് ദ മീഡിയം ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ. അതായത് വാട്ടറിലേക്കാണ് ആന്ത്രോസോയിഡ്സും അതുപോലെ തന്നെ ആർക്കിഗോണിയും റിലീസ് ചെയ്യുന്നതും ആ വാട്ടറിൽ വെച്ചിട്ട് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ ഒരു മീഡിയമാണ്, ഗമീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു മീഡിയമാണ് വാട്ടർ എന്ന് പറയുന്നത്. അനദർ പ്രോസസ്സ് എന്ന് പറയുന്നത് പോളിനേഷൻ ആണ്. അപ്പോൾ പോളിനേഷൻ എന്താണ്? പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the transfer of pollen grains from the anther to the stigma portion is called pollination. അപ്പോൾ transfer of pollen grains
from the pollen grains from the anther to the stigma. From the anther to the stigma portion is called pollination. അപ്പോൾ നമുക്കറിയാം ദാ ഇവിടെ രണ്ട് ഫ്ലവേഴ്സ് കാണാം. ഈ ഫ്ലവേഴ്സിൽ കണ്ടോ പോളൻ ഗ്രെയിൻസ്, ഇതാണ് ആന്തർ പോർഷൻ. ആന്തർ പോർഷൻ അതായത് മെയിൽ ഗമീറ്റ് പാർട്ടാണ് ആന്തർ പോർഷൻ എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഓർഗൻ ആന്തറിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ് മെയിൽ ഗമീറ്റ് റിലീസ് ചെയ്യുന്നത്. ആ മെയിൽ ഗമീറ്റ്സ് കണ്ടോ ഇവിടെ ഇൻസെക്റ്റിനെ കാണിച്ചിട്ടുണ്ട്. പോളിനേറ്റർ വഴി എവിടെ ചെല്ലുന്നു? ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിൽ ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ഒരു ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കാം. വാട്ടർ വഴിയും ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കാം. പോളിനേഷൻ വഴി ചെയ്യുന്ന ഈ ഗമീറ്റ് ട്രാൻസ്ഫർ ഈ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് മെയിൽ ഗമീറ്റ്സ് എത്തിക്കഴിയുമ്പോൾ ഈ സ്റ്റിഗ്മയിൽ നിന്ന് അതെങ്ങോട്ട് നേരെ ഓവറിയിലേക്ക് പോകും. ദെൻ ഓവറിയിൽ ചെല്ലുമ്പോൾ ഓവറിയിൽ ഓവും അതുപോലെ തന്നെ മെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പാണ് ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന മീഡിയംസ് എന്ന് പറയുന്നത് വൺ ഈസ് വാട്ടർ ആൻഡ് അതർ പ്രോസസ് ഈസ് പോളിനേഷൻ. വാട്ടർ വഴി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റിലൊക്കെ വാട്ടർ ഈസ് ദ മീഡിയം ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ദ അതർ ഈസ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറയുമ്പോൾ the pollen grains are transferred from the anther to the stigma portion. ആന്തർ എന്ന് പറയുന്നത് ഒരു മെയിൽ പാർട്ടാണ്, മെയിൽ സെക്സ് ഓർഗൻ ആണ് ആന്തർ. ആന്തറിൻ്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? പോളൻ ഗ്രെയിൻസ് കാണുന്നത്. ആൻഡ് ദ ഫീമെയിൽ പാർട്ട് സ്റ്റിഗ്മയാണ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നേരെ സ്റ്റിഗ്മയിലേക്ക് എത്തണം. സ്റ്റിഗ്മയിൽ നിന്ന് പിന്നെ മെയിൽ ഗമീറ്റ്സ് എങ്ങോട്ട് പോകുന്നു? ഓവറിയിലേക്ക് പോകുന്നു. ഓവറിയിൽ ചെല്ലുമ്പോൾ ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഗമീറ്റോജെൻസിസ് നടന്നു, ഗമീറ്റ് എല്ലാം ഫോം ചെയ്തു, പിന്നെ ഗമീറ്റ് ട്രാൻസ്ഫറും ചെയ്തു. ഇനി എന്ത് നടക്കണം? ഈ ഗമീറ്റ്സ് അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യണം. ദാറ്റ് പ്രോസസ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ അതർവൈസ് നോൺ ആസ് സിങ്കമി. സിങ്കമി എന്നും നമ്മൾ ഫെർട്ടിലൈസേഷനെ പറയാറുണ്ട്. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ടു ഫോം സൈഗോട്ട്. അപ്പോൾ സിങ്കമി എന്താണ്? ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ടു ഫോം സൈഗോട്ട്. അതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടേം നമുക്ക് ഇവിടെ കാണാം, പാർത്തനോജെനസിസ്. വാട്ട് ഈസ് മീൻ ബൈ പാർത്തനോജെനസിസ്? റീപ്രൊഡക്ഷൻ ഫ്രം ആൻ ഓവം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ നടക്കാതെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് തമ്മിലുള്ള ഫ്യൂഷൻ നടക്കാതെ ഓവം തന്നെ ഡെവലപ്പ് ചെയ്ത് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഫ്രം ആൻ ഓവം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോജെനസിസ്. എക്സാമ്പിൾ ഹണി ബീസ്, റോട്ടിഫേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഹണി ബീസിലൊന്നും അവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് അവർ ആ ഒരു ഓവം തന്നെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് അതൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് ഈസ് പാർത്തനോജെനസിസ്. Then fertilization can be classified into external fertilization and internal fertilization. External fertilization, internal fertilization. അപ്പോൾ ആ നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മീനിങ് എന്തായിരിക്കും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ദ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി, അല്ലേ? ഔട്ട്സൈഡ് ദ ബോഡി ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അതായത് ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് ഒരു ബോഡിക്ക് ഔട്ട്സൈഡ് ആണെങ്കിൽ അതിന് നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അതായത് അപ്പോൾ വാട്ടറിലായിരിക്കും അത് നടക്കുന്നത്. അപ്പോൾ വാട്ടറിലേക്ക് സ്പേമും ഓവം റിലീസ് ചെയ്യുക, വാട്ടറിൽ വെച്ചിട്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ അത് എക്സ്റ്റേണൽ ബോഡിയാണ്. അപ്പോൾ അതിന് എന്ത് പറയാം? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ഫിഷസ്, ബോണി ഫിഷസിലൊക്കെ external fertilization ആണ് നടക്കുന്നത്. Then internal fertilization within the body, the fertilization take place within the body ആണ് internal fertilization within the body.
Example, humans. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനും എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷനും. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ ദ ബോഡിയാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഔട്ട്സൈഡ് ദ ബോഡിയാണ് എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിൽ നമുക്കറിയാം ഒരു വോംബിൻ്റെ ഉള്ളിലാണ്, ഒരു യൂട്രസിൻ്റെ ഉള്ളിലാണ് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നത്, പിന്നെ അതൊരു ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഒരു ഓസ്പ്രിങ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ്. നമ്മൾ ഇവൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻസ്. അതിൽ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ്, അതായത് ഗമേറ്റോജെൻസിസും ഗമേറ്റ് ട്രാൻസ്ഫറും കണ്ടു. ദെൻ അത് തമ്മിൽ ഫ്യൂസ് ചെയ്യണം, മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ദ ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഫ്യൂസ് ചെയ്ത് കിട്ടിയത് ഇപ്പോൾ എന്താണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സൈഗോട്ടിന് കിട്ടി. ആ സൈഗോട്ട് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് പ്രോസസ്സാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. എംബ്രിയോജെനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് ആൻ എംബ്രിയോ, ഫോർമേഷൻ ഓഫ് ആൻ എംബ്രിയോ, അതാണ് നമ്മൾ എംബ്രിയോജെനസിസ് എന്ന് പറയുന്നത്. അതായത് സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ. സൈഗോട്ട് എന്തായി മാറണം, എംബ്രിയോ ആയിട്ട് മാറണം. ദിസ് പ്രോസസ് ഈസ് എംബ്രിയോജെനസിസ്. ഇവിടെ നടക്കുന്നത് ഏത് സെൽ ഡിവിഷൻ ആയിരിക്കും, സൈഗോട്ട് എംബ്രിയോ ആവണമെങ്കിൽ സെൽ നമ്പർ കൂടണം, സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഏത് സെൽ ഡിവിഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്, മൈറ്റോസിസ്. മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ ത്രൂ ദ പ്രോസസ് എംബ്രിയോജെനസിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പോൾ based on the zygote developments, animals are classified into oviparous and viviparous. oviparous and viviparous animals നിങ്ങൾ കേട്ട് കാണും. അതായത് oviparous എന്ന് പറയുന്നത് animals that are born from egg laying mammals ആണ് നമ്മൾ ഓവിപാരസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേർഡ്, സ്നേക്ക് ഒക്കെ എക്സാമ്പിൾ ആണ് ഓവിപാരസിന്. എഗ് ലേയിങ് ആനിമൽസ് ആണ് അവർ. മുട്ടയിട്ട് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ് ഓവിപാരസ്. ദെൻ വിവിപാരസ് എന്ന് പറയുമ്പോൾ ആനിമൽസ് ദാറ്റ് ആർ ബോൺ ഫ്രം മദേഴ്സ് വോംബ്, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർ. അതായത് മദേഴ്സിൻ്റെ വോംബിൽ, യൂട്രസിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി അതിനെ പ്രസവിക്കുന്നവരെയാണ് നമ്മൾ വിവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ആനിമൽസ് ഉണ്ട് ബേസ്ഡ് ഓൺ സൈഗോട്ട് ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ്, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. The ovary develops into fruit, the ovules develops into seed, and the zygote develops into embryo, and the pericarp structure is formed. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത് സീഡിൻ്റെ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ സീഡിനെ കവർ ചെയ്തൊരു പോർഷൻ കാണുന്നുണ്ട് അല്ലേ, ഒരു എല്ലാത്തിലും സീഡിനെ കവർ ചെയ്തൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ പോർഷനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്. പെരികാർപ്പ് സ്ട്രക്ചർ. ഓക്കെ, സീഡിനെ കവർ ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ പെരികാർപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്നത് നമുക്കറിയാം. പോളിനേഷൻ വഴി, അതായത് പോളിനേഷൻ എന്ത് പ്രോസസ്സായിരുന്നു, ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ പോർഷൻ. അപ്പോൾ അങ്ങനെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തുന്നു, അവിടെ നിന്ന് മെയിൽ ഗമീറ്റ്സ് നേരെ ഓവറിയിലെത്തുന്നു, ഓവ്യൂൾസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഓവ്യൂൾസ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓവറി എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സീഡിനെ കവർ ചെയ്ത് കാണുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഈ പാർട്ട്. സീഡിനെ കവർ ചെയ്ത് കാണുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്.
പെരികാർപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷനും എല്ലാം കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.